and put in the grave. നാം കുറച്ച് നാളുകൾ കൂടി ജീവിച്ച് മരിച്ച് ശവക്കല്ലറയിൽ അടക്കപ്പെടുന്നവരാണോ? What is our future? നമ്മുടെ ഭാവി എന്താണ്? The Bible says we have a wonderful future. വിശുദ്ധ വേദം നമുക്ക് പറയുന്നത് നമുക്ക് മനോഹരമായ ഒരു ഭാവി ഉണ്ട് എന്നുള്ളതാണ്. The first, shall I say, the Old Testament, which prophesied of Messiah's first coming, പഴയ നിയമം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ അല്ലെങ്കിൽ മശിഹായ വരവിനെ പ്രവചിക്കുന്നുണ്ട് എങ്കിൽ the New Testament helps us understand that he came, died for our sins, rose up again, went to the heavens, and is coming back to take us home, that we can spend eternity with him. പഴയ നിയമ പുസ്തകം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെയാണ് പ്രവചിക്കുന്നെങ്കിൽ പുതിയ നിയമ പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു വന്നു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി സ്വർഗത്തിലായിരിക്കുന്നു, വീണ്ടും വരുവാൻ പോകുന്നു എന്ന ചരിത്രമാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. We are made by the grace of God that we will spend eternity with our Lord and Savior Jesus Christ. നാം ദൈവത്തിന്റെ കൃപയാൽ നിത്യത ദൈവത്തോടൊപ്പം അവരുടെ സ്വർഗത്തിൽ ആചരിക്കും. Titus 1 tells us that we have a blessed hope, and that is the second coming of our Lord and Savior Jesus Christ, when sin will be eradicated and we will be righteous land forever and ever. വിശുദ്ധ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു വരുന്ന സമയത്ത് പാപത്തെ മൊത്തവും നീക്കിയിട്ട് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നാം നിത്യമായി വാഴും എന്ന് വിശുദ്ധ വേദവസനം പഠിപ്പിക്കുന്നു. And because of that, friends, we are here today so that we can be better prepared and also prepare the world for the Lord's second coming. കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നിത്യമായി വാഴുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന കാലത്ത് നാം ദൈവത്തോടൊപ്പം ആയിരിക്കുന്നെങ്കിൽ നമുക്കും ആ നിത്യതയിൽ അവകാശമാക്കുവാൻ കഴിയും. The Bible